മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. പല്ലൊക്കെ തേക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഗൈസ് ആരും തെന്നീറ്റാലെ പ്രാർത്ഥിക്കാതെ കൈയൊക്കെ കോപ്പി നിന്ന്. ഗുഡ് മോർണിംഗ്. ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബൺ വിത്ത് ന്യൂട്ടെല്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡും ന്യൂട്ടെല്ല. ഇവിടെ നമുക്ക് തരും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ നമുക്ക് അറിയില്ല. അതുകൊണ്ട് പ്രയറായിട്ട് ഇത് കഴിച്ചു വെച്ചേക്കും. കാരണം വിശക്കാൻ തുടങ്ങി ഇപ്പോഴേ. ഇപ്പൊ തരുന്നു അറിയില്ല. ഉച്ചയ്ക്ക് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? സാറ്റു ഹായ്. ഗുഡ് മോർണിംഗ്. Good morning. Have a nice day. Where are you from? ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇഡ്ഡലി വിത്ത് ചട്നി. അതെ എന്ന് പറയാം. പക്ഷെ ടേസ്റ്റ് ഉണ്ടായോ അനിയനോളി? ഭയങ്കര ടേസ്റ്റ്. അതുകൊണ്ട് ഒരു പ്രാവശ്യപ്പോ തന്നെ ഇങ്ങനെ ക്ഷീണിച്ചിങ്ങനെ പുറമോട്ട്. ഗൈസ് നമ്മളോട് അഭിനയദേവി ഉണ്ട്. എന്താ അഭിനയദേവി കഴിക്കുന്നുണ്ടോ? നമ്മുടെ ചായ വന്നു. ഇത് നിന്റെ വല്ലതാണോ ചട്നി? ഇഡലിക്ക് എന്തോ പൊളി. ചട്നി എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇഡലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ് ജെന്യൂൻ റിപ്ലൈ ജെന്യൂൻ റിവ്യൂ ആണ് ഇവിടെ തന്നോണ്ടിരിക്കുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ഞാൻ കഴിച്ചിട്ടില്ല. ഇവര് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്നി കൊള്ളാം, പക്ഷെ ഇഡലി അങ്ങനെയല്ല, കമ്പാരിറ്റീവ്ലി ചട്നി ഓക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇഡലി പക്ഷെ കൊള്ളല്ല എന്ന് പറയാം. അറിയില്ല, സ്പൂൺ വേണോ കഴുകിയെടുത്തോ മതിയോ? ഗൈസ്, ആര്യനന്ദയുടെ വാർഡ്മേറ്റ്സ് ആര്യനന്ദനെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി വന്നതാ അല്ലേ? അവരുടെ സ്നേഹിച്ചങ്ങ് കൊല്ലുക. അവളുടെ കൈ നല്ല ചൂടായോണ്ട് നമ്മുടെ കവിളത്ത് കൊണ്ടുവെക്കാൻ വേണ്ടി വരികയാണ്. നോക്കൂ, ഇതാണ് എന്റെ സെയിം പേരുള്ള കുട്ടി. ക്യാമറ ശരിയല്ല. ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ ഇന്ന്. നമ്മൾ അങ്ങനെ റീൽസ് ഒക്കെ എടുത്താൽ ഉച്ചയായിട്ടുണ്ട്. ഉച്ച സമയം എത്രയായി? സമയം 12:20. എത്രയേ ഉള്ളൂ? 12:20. ഉച്ചത്തെ ഫുഡ് വന്നു. ഇന്നലെ 3 മണിക്ക് വന്ന ഫുഡ് ഇന്ന് 12:30 ആയപ്പോഴാണ് വന്നു. അങ്ങനെ ഭയങ്കര കൃത്യനിഷ്ഠ എല്ലാവർക്കും. ഫുഡ് ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി ആട്ടോ കഴിക്കാനുള്ളത്. അപ്പൊ പൊട്ടിച്ചിട്ട് കാണാം. ബിരിയാണി ഗൈസ്, നമ്മുടെ ചിക്കൻ ബിരിയാണി കൊള്ളാവോ? ഹലോ ഗൈസ്, നമ്മളങ്ങനെ പുറത്ത് കാലുകുത്തിയിരിക്കുകയാണ്. എഗെയിൻ ഗൈസ്. അപ്പൊ നമ്മൾ വൈകുന്നേരത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് ഭയങ്കര മടുപ്പായിരുന്നു ഗൈസ്. എല്ലാരും ചത്തുകുത്തി ഒരു ക്ഷീണമായിരുന്നു. നമ്മളപ്പോൾ വിശന്നു. എണീറ്റപ്പോ തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് രാവിലെ വ്ളോഗ് എടുത്ത് ഞങ്ങൾ പിന്നെ കാണുന്നത് 4:30 സമയമായിരുന്നു. ബൺമസ്കയാണ് നമുക്കിന്ന് കഴിക്കാം. രാവിലെ തൊട്ട് ബൺമസ്കയാ. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ബണ്ണ് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ല. ഞങ്ങളുടെ ബണ്ണിന്റെ എക്സ്പയറി ഡേറ്റ് നാളെ കൂടെ എന്തോ ഉള്ളതിന് കൊണ്ടാണ് നമ്മളിപ്പോ ഇത് കഴിക്കുന്നത്. അതെ, നമുക്ക് എന്ത് കൊടുത്താലും കഴിച്ചു പോണ 2 വയറുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, വിശന്ന് എന്ത് കൊടുത്താ മതി. കിട്ടിയില്ലെങ്കിലോ
അതാ കിട്ടിയില്ലേ വിശന്ന അയ്യോ ഒരാൾക്ക് ഇവിടെ തുടങ്ങി ഒരാൾക്ക് തുടങ്ങി ഒരാൾ ഉറക്കം കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ ഇച്ചിരി പക്ഷെ തുടങ്ങും ഉറക്കം കഴിയുമ്പോൾ ടൈം എടുക്കും അതിന് മുമ്പ് എത്രയും ഞാൻ ചായ വന്ന കുറച്ച് സമയം കിട്ടും എല്ലാം അറിയാം നമ്മളെ പറ്റി പിന്നല്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങിയപ്പോ തന്നെ ഫുഡ് ഇറക്കിച്ചത് സെറ്റ് ഗൈസ് നമ്മളങ്ങനെ കാത്തിരുന്ന വൈകുന്നേരത്തെ സ്നാക്സ് എത്തി. ചായയും ഇതെന്താണ് എന്തോ ഒരു സാധനം എന്തോ ഒരു വടയെ നമ്മൾ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് മറ്റേ ഉരുളങ്ങിഴങ്ങ് ഫില്ലിങ്സ് അതാണെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കൂ. അവിടെ ഒരാളിരിപ്പുണ്ട്. മധുര എത്തിച്ചിട്ടുണ്ട്. മധുരയാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ബസ്സിന് വേണം നമുക്ക് പോവാൻ ഹോട്ടലിലോട്ട്. ബസ് കേട്ട് നമ്മൾ പറയാം. ഗൈസ് ഇതാണ് നമ്മുടെ ബസ്. അനിറ്റ സിബിൻ നമ്മളത് സീറ്റൊക്കെ കിട്ടി. എല്ലാവരും എടുത്തിട്ടുണ്ട്. യെസ് ബസ്സിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു. ഭയങ്കര മധുരമായതുകൊണ്ട് സ്റ്റേഷൻ ഫുള്ള് ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ സേഫായിട്ട് ബസ്സിൽ കയറിയോണ്ട് നമ്മളിങ്ങനെ നേരെ ഹോട്ടലിലാണ് പോയി ഫുഡ് കഴിക്കണം. ബസ് സെറ്റ് ബസ്സായിരുന്നു. കാണിച്ചത് അടിപൊളി ബസ്സായിരുന്നു. കയറിക്കൊണ്ടിരിക്കുകയാണ്. ലഗേജ് ആൾക്കാർ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഹോട്ടൽ. ഗൈസ് നമ്മളിത് എത്തി. ഗൈസ് നമ്മൾ ലഗേജ് എടുക്കാൻ വെയിറ്റ് ചെയ്യാണ്. ഗൈസ് നമ്മുടെ ലഗേജ് ഒക്കെ കിട്ടി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ. 209 ആണോ? നമ്മൾ താമസിക്കുന്ന നമ്പറും 209. ഗൈസ് നമ്മുടെ ഒറിജിനൽ റൂൾ നമ്പറും 209, ഇവിടുത്തെ 209. ഗൈസ് നമ്മുടെ ലഗേജ് എല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളെ കാണുന്നുണ്ടോ? ഇല്ല. നമ്മളതേ ലൈൻ നിൽക്കുകയാണ്. ഫുഡ് ബുഫേ ആണ്. ആര്യാന്റെ കാത്തിരുന്നത് ചപ്പാത്തി കിട്ടാൻ വേണ്ടി ആണ്. ആരും എക്സൈറ്റഡ്? ഗൈസ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി, ചോറ്, ദാല്, ചിക്കൻ കറി, അച്ചാറ്, പിന്നെ മോര് നമ്മുടെ എവിടെ ഉണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാട്ടെ. ഇരിക്കൂ. അവിടെയും കുറെ പേരുണ്ട്. ഗൈസ് ഇവിടെ എല്ലാം നിറഞ്ഞു. സോ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡ്. കമ്പാരിറ്റീവ്ലി നല്ല ഫുഡാണ്. കുറ്റക്കടം വിശന്നിട്ടായിരുന്നു. വയറ് നിറച്ച് കഴിച്ചു നമ്മൾ. ഈ നമ്മുടെ ഈ പണിസിൻ്റെ സെക്കൻഡ് ഫ്ലോറ് നമ്മുടെ. അപ്പം നമ്മൾ ലിഫ്റ്റ് കയറിയിട്ടാണ് പോകാൻ വേണ്ടി. പക്ഷെ ലിഫ്റ്റിൻ്റെ അവിടെ എന്ന് വെച്ചാൽ ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് ലിഫ്റ്റിന് വേണ്ടി നോക്കി നിൽക്കുന്നതാണ് ഗൈസ്. അറ്റ് എ ടൈം 4 പേർക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് 4 പേർക്ക് പോകാൻ പറ്റും. പക്ഷെ ലിഫ്റ്റ് സ്ഥലം വേണ്ടേ? ഇത് കണ്ടില്ല ഗൈസ്. ഇപ്പം നമ്മളിപ്പോൾ ഇടയ്ക്ക് കയറിയപ്പോൾ അടിയാണ്. നമ്മൾ സമാധാനപ്രിയരായത് കാരണം പയ്യെ മതി. നമ്മളിപ്പോൾ എന്തായാലും 12-1 മണിയാവും ഉറങ്ങുമ്പോൾ. രാവിലെ 6 മണിയാകുമ്പോൾ എണീക്കുകയും വേണം. എനിക്കറിയാം. ഇതൊക്കെയാണ് റിയൽ ലൈഫ് ടൂറിന്റെ ശരിക്കുള്ള ഒരു ഇത് റോ ഫുട്ടേജ്.
ഗൈസ് നമ്മൾ ലിഫ്റ്റ് നോക്കി നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. കിട്ടി. ക്യൂ എല്ലാം പറഞ്ഞത് ലാസ്റ്റാണ്. ലാസ്റ്റ് അതിലേക്ക് ലേറ്റസ്റ്റ് വരിക. ഞാൻ കുറെ വട്ടം ചമ്മ നമ്മുടെ കീ ഒക്കെ കിട്ടി. സെയിം റൂം ഗൈസ് നമ്മുടെ ഹോസ്റ്റലിലെ സെയിം റൂം നമ്പർ നമുക്ക് കിട്ടി. ഐശ്വര്യമായിട്ട് ആര്യന്താവിയാണ് തുറക്കുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ റൂം. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ബാത്റൂം ഉണ്ട്. യെസ് ഗൈസ്, വലിയൊരു ബെഡാണ്. നൈസ് പെയിന്റ്. ഗൈസ് അടിപൊളി റൂമാണ് കേട്ടോ. എന്തുവാ കിടക്കുന്നേ? ബാക്കി രണ്ടുപേര് കഴിച്ച് ഇവിടെ എന്തൊക്കെയോ പണിയെടുക്കുന്നു. അതാ ഞാനും അതിനകത്ത് ഇങ്ങനെ അടുത്ത ക്യാമറ ഫില്ലാക്കാൻ വേണ്ടിയുള്ള തന്ത്രം സത്യമില്ലേ? ആവശ്യമില്ലാത്ത എല്ലാം എടുത്തു. അതാണ് ഗൈസ്, ഇതെല്ലാം നമ്മുടെ മെമ്മറീസ് ആണ്. അപ്പൊ ഗൈസ് അപ്പോൾ നമ്മൾ റൂമിലെത്തി, കുളിച്ച് ഫ്രഷായി നമ്മൾ ഇനി ഉറങ്ങാൻ പോവാണ്. നമ്മൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1:15 കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രഷ് എല്ലാം ആയിട്ടൊന്ന് ഇരിക്കുന്നത് തന്നെ. നമ്മൾ റൂമിൽ വന്നിട്ട് നമുക്ക് റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. നാളെ നമുക്കൊരു എത്ര മണിക്കൂറുള്ളൂ റൂം സത്യം പറഞ്ഞാൽ. അതായത് നമ്മൾ ചെക്കൗട്ട് ആയിട്ട് നമ്മൾ പോവാ ഇവിടുന്ന്. അപ്പൊ നാളെ ഒരു 6:30 ആകുമ്പോൾ എണീക്കണം. കാണണം 7:00 നമുക്ക് സാധനങ്ങൾ മാറ്റണം. ആയിട്ട് 8 മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം. ഗൈസ് ലേറ്റ് ആവുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അതെ ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്യണം. കണ്ടന്റ് കുറയാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോയില് ജസ്റ്റ് നമ്മൾ ട്രെയിൻ അതൊക്കെ ഉള്ളൂ. Day 2 ജസ്റ്റ് കാണിക്കുന്നത്. ട്രെയിൻ വലിയ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. ഇനിയാണ് കണ്ടന്റുകൾ വരുന്നത്. അതെ, നോക്കട്ടെ, നമുക്ക് സമയം പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.